ഇപ്പോഴത്തെ ഇസ്രായേൽ ഇറാൻ വൈരുദ്ധ്യം അല്ലെങ്കിൽ അത് തമ്മിലുള്ള സംഘർഷം ഒരാഗോള സംഘർഷമാകുമോ എന്ന ഭയം സാധാരണ എല്ലാ മനുഷ്യർക്കുമുണ്ട്. കാരണം ലോകം പല രൂപത്തിലുള്ള ഭീഷണികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ മാറ്റം പോലെ എവിടെയും എന്നും ദുരന്തമുണ്ടാകാം, ഭൂചലനം, നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ ഒരു ഘട്ടത്തിൽ രണ്ട് യുദ്ധങ്ങൾ, ഉക്രൈനും റഷ്യയും തമ്മിലും ഫലസ്തീനും അല്ലെങ്കിൽ ഹമാസും ഇസ്രായേലും തമ്മിലും നിരന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. മാസങ്ങൾ, ഇപ്പോൾ ഉക്രൈനാണെങ്കിൽ വർഷങ്ങളായി. ഈ സാഹചര്യത്തിൽ പുതിയൊരു യുദ്ധമുഖം കൂടി, അതും ഇസ്രായേൽ ഇറാൻ എന്ന് പറയുന്ന തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളല്ല, വളരെ ദൂരെയാണ് യഥാർത്ഥത്തിൽ ഭൂമിശാസ്ത്രപരമായി. അങ്ങനെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമോ? യുദ്ധമുണ്ടായാൽ അതിൻ്റെ പ്രത്യാഘാതം എന്താണ്? വളരെ ആശങ്കയോടെയാണ് ലോകവും UN ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പലരും പലതരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ അടിച്ചു, ഇറാൻ തിരിച്ചടിച്ചു. ഇപ്പോൾ ഇസ്രായേൽ ബന്ധപ്പെട്ട കപ്പലുകൾ ഉണ്ട്. അതിൽ ആളുകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ, കേരളത്തിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളികളായ ആളുകൾ, അവർക്കൊരു കുഴപ്പമില്ല എന്ന് നമ്മൾ അറിയുന്നു. തീർച്ചയായും അത് നല്ല കാര്യമാണ്. നമ്മുടെ ആളുകൾക്ക് മാത്രമല്ല, ആരുടെ ജീവനും പ്രശ്നമാണ് എന്നതുകൊണ്ട്. മാത്രവുമല്ല, ഇന്ന് ലോകത്തിന് യുദ്ധം താങ്ങാനുള്ള ഒരു ശേഷിയില്ല. അതിന് കാരണം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നിരവധി സംഘർഷങ്ങൾ കണ്ട ലോകമാണ്. പശ്ചിമേഷ്യൻ സംഘർഷവും വിയറ്റ്നാം അതുപോലെയുള്ള സംഘർഷങ്ങൾ, അതുപോലെ മറ്റ് പല രാജ്യങ്ങൾ, ഇന്ത്യ പാകിസ്ഥാൻ അടക്കമുള്ള സംഘർഷങ്ങൾ കണ്ട ഒരു കാലമാണ് നമ്മുടേത്. അപ്പൊ എങ്ങനെയും ഒരു യുദ്ധം ഒഴിവാക്കുക എന്നത് പ്രധാനമാണ്. യുദ്ധം വ്യാപിക്കുമോ എന്ന ചോദ്യത്തിന് ഇന്നത്തെ ഒരു ലോക രാഷ്ട്രീയ കാലാവസ്ഥയിൽ വ്യാപിക്കാനുള്ള സാധ്യത കുറവാണ്. അതിന് കാരണം, ഇപ്പൊ ഇനി ഇസ്രായേൽ തിരിച്ചടിക്കുമോ എന്നാണ്, വീണ്ടും അടിക്കുമോ എന്നതാണ് ചോദ്യം. ഇസ്രായേലിന് അങ്ങനെ അടിക്കുന്നതിന് ഇപ്പോഴത്തെ നിലയ്ക്ക് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയില്ല. കാരണം ആദ്യത്തെ തെറ്റ് ഇസ്രായേലാണ് ചെയ്തതെന്നും ഇറാൻ തിരിച്ചടിക്കുകയാണ് ചെയ്തതെന്നുമുള്ള ബോധ്യം പൊതുലോകത്തിനുണ്ട്. മാത്രവുമല്ല, ഇസ്രായേൽ അങ്ങനെ ഒരു ഓൾ ഔട്ട് വാർ ഇറാനെതിരെ പ്രഖ്യാപിച്ചാൽ അതിനെ പിന്തുണയ്ക്കാൻ ഇന്ന് അമേരിക്കയ്ക്ക് പോലും കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അതിനൊരു ന്യായമില്ല. മാത്രമല്ല, UN സെക്രട്ടറി ജനറൽ, UN പ്രത്യേകിച്ച് പഴയ പദവിയൊന്നും ഇല്ലെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു ഇനി ചെയ്യരുത്. മാത്രവുമല്ല, ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങളെ തോണ്ടിയാലേ ഇനി ഞങ്ങൾ തോണ്ടുള്ളൂ. അതുകൊണ്ട് ഇസ്രായേൽ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അമേരിക്ക പക്ഷേ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം, ഇപ്പോൾ നാറ്റോ സഖ്യത്തിലെ, ഇസ്രായേലിനെ എന്നും പിന്താങ്ങുന്ന നാറ്റോ സഖ്യത്തിലെ പല രാജ്യങ്ങളിലും ഇന്ന് തീവ്ര വലതുപക്ഷം അധികാരത്തിലാണ് എന്നതാണ്. ഫ്രാൻസ് ആണെങ്കിലും ഇറ്റലി ആണെങ്കിലും അതുപോലെ പല രാജ്യങ്ങളിലും തീവ്ര വലതുപക്ഷത്തിന് വലിയ അധികാരമുണ്ട്. അവരൊരുപക്ഷെ ഇനി അവരുടെ അധികാരം ഉപയോഗിച്ച് ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ വരുമോ എന്നൊരു ചോദ്യമുണ്ട്. എങ്കിൽ പോലും പരസ്യമായ അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രായേലിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ പ്രതിസന്ധിയുണ്ട്. കാരണം റഷ്യ ആണ് ഇറാനെ, അല്ലെങ്കിൽ സിറിയയും ഒക്കെയാണ് ഇറാനെ ഏറ്റവും സഹായിക്കാൻ സാധ്യതയുള്ളത്. ആ സാധ്യത യഥാർത്ഥത്തിൽ ഇപ്പോഴില്ല. റഷ്യ തന്നെ കുരുങ്ങിക്കിടക്കുകയാണ്. പക്ഷേ ഈ അവസ്ഥയിലേക്ക് നയിച്ചത് ഹമാസ് ഇസ്രായേൽ സംഘർഷമാണ് എന്നത് യാതൊരു തർക്കവുമില്ല. ഹമാസ് ഇസ്രായേൽ സംഘർഷം ഉണ്ടായപ്പോൾ ലോകം കണ്ട ഒരു പ്രത്യേക കാര്യം, 1973 ശേഷം ഒരിക്കലും ഒരു അറബ് ഐക്യം എന്ന രൂപത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഹമാസിനെതിരെ ഇസ്രായേൽ വന്നപ്പോൾ അറബ് രാജ്യങ്ങൾ അവരുടെ പഴയ പല വിഷമങ്ങളും മറന്ന് ഒരു പരിധി വരെ ഇസ്രായേലിനെതിരായ നിലപാടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബാലൻസ് ലോകത്തുണ്ട്. എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ കോൾഡ് വാർ കാലത്തും ഒരു റഷ്യയും ഒരു അമേരിക്കയും അല്ലെങ്കിൽ USSR അമേരിക്കയും എന്നൊരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് വന്നാലാണ് ഒരുപക്ഷെ ഇന്നത്തെ ലോകത്ത് യുദ്ധമില്ലാതിരിക്കുക. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഉണ്ടാവരുത് എന്ന പ്രതീക്ഷയോടെയാണ് അത് പറയുന്നത്. അത് ലോകത്തിന് വലിയ ദോഷമാവും, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദുരന്തമാകും. അത് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ കേരളത്തിൽ നമ്മൾ തുടങ്ങിയാൽ, കേരളത്തിലെ ഇപ്പോഴും വളരെ കുറഞ്ഞുവെങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങളുടെ വലിയൊരു വരുമാനം എന്ന് പറയുന്നത് ഗൾഫിലെ മലയാളികൾ അയക്കുന്ന പണമാണ് നമ്മുടെ സമ്പദ്ഘടനയെ ഒരു പരിധിവരെ നിലനിർത്തുന്നത്. അതിനേക്കാൾ അടുത്ത ജനറേഷൻ കുട്ടികളൊക്കെ തന്നെ യൂറോപ്പിലേക്ക് പോകുന്നതിന്റെ ഫലം നമ്മൾ കാണുന്നുണ്ട്. ഇവിടുന്ന് പണം അങ്ങോട്ട് ഒഴുകുകയല്ലാതെ അവിടുന്ന് പണം ഇങ്ങോട്ട് ഒഴുകില്ല. യൂറോപ്പിലേക്ക് ഓരോ കുട്ടി പോകുമ്പോഴും ഇവിടുന്ന് പണം പോവുകയാണ്, പഠിക്കാൻ പോകുമ്പോഴും ഒക്കെ. നേരെ മറിച്ച് ഗൾഫിലേക്ക് പോയ കുട്ടികളൊക്കെ പണം ഇങ്ങോട്ട് അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് പെട്ടെന്ന് നിൽക്കും. നമുക്കറിയാം, ഇറാഖ് യുദ്ധകാലത്ത് നമ്മുടെ എയർപോർട്ടുകളൊക്കെ കപ്പലണ്ടി കച്ചവടത്തിന്റെ സ്ഥലങ്ങളായിരുന്നു.
കാരണം ആരുമില്ല. കപ്പലണ്ടി വാങ്ങാൻ തന്നെയാണുള്ളൂ. ബോംബെ എയർപോർട്ടിലും കൊച്ചിൻ എയർപോർട്ടിലും ഒന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ വരുമാനപരമായിട്ട് വന്ന്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിലും വേറൊരു പ്രതിസന്ധിയുണ്ട്. ഇസ്രായേലുമായും ഇറാനുമായും ഒരുപോലെ സഖ്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇതുവരെ ഇറാനെതിരായി ഇന്ത്യ നിലപാടെടുത്തില്ല. ഹമാസിന്റെ കാര്യത്തിൽ ഒരു പക്ഷേ ഇന്ത്യ ഒരു ചാഞ്ചാട്ടം നടത്തിയെങ്കിലും സ്ട്രാറ്റജിക്കലായിട്ട് ഇറാനെതിരെ ഇപ്പോഴും പറയാൻ ഇന്ത്യ ഗവൺമെന്റിന് കഴിയില്ല. കാരണം നമ്മൾ നമ്മുടെ ഗ്യാസും ഓയിലും ഒക്കെയായി ബന്ധപ്പെട്ട് ഇറാനുമായി നമുക്ക് നല്ല ബന്ധമാണുള്ളത്. ഇറാൻ പൈപ്പ് ലൈൻ അമേരിക്ക എതിർത്താൽ പോലും ഇറാൻ പൈപ്പ് ലൈൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ വഴിയാണെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേക പ്രതിസന്ധി. അല്ല, ആകാശത്ത് കൂടി ഇടുകയാണെങ്കിൽ നമ്മൾ ഇറാനിൽ നിന്ന് എപ്പോഴേ പൈപ്പ് ലൈൻ ഇട്ടു. അപ്പോൾ ആ ഒരു ഭൂമിശാസ്ത്രപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇറാനിൽ നിന്ന് നമ്മൾ വലിയ തോതിൽ എണ്ണ പ്രതീക്ഷിക്കുന്നത്. ഇറാനും ഇന്ത്യയുമായി ഒരു സംഘർഷമുള്ള രാജ്യമല്ല. ഇതിനു മുമ്പ് പല ഘട്ടത്തിൽ വന്നപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നപ്പോഴും ഇറാൻ ഒരിക്കലും പാകിസ്ഥാന്റെ കൂടെ അല്ലെങ്കിൽ അങ്ങനെ നിന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിലമ വരും. കാരണം ആരുടെ കൂടെ നിൽക്കണമെന്ന ചോദ്യം. പൊതുവെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഭരണകൂടത്തെ സംബന്ധിച്ചുള്ള അവർ ഇസ്രായേലിനെ പിന്താങ്ങുന്നവരാണ്. അവരുടെ ചില വർഗീയ അജണ്ടകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ പ്രായോഗികമാവില്ല. അവരൊരു ഡിലമയിലാവും. അവരൊരു വലിയ സംഘർഷത്തിലാവും, ആഭ്യന്തര സംഘർഷത്തിലാവും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഗവൺമെന്റിനും അത് പ്രശ്നമാണ്. മാത്രമല്ല, യുദ്ധം ഏത് സാഹചര്യത്തിലും എണ്ണവില കൂട്ടുക തുടങ്ങിയ പ്രതിസന്ധികളിലേക്ക് നയിക്കും. ഇപ്പൊ തന്നെ വളരെ ഉയർന്നതാണ് എണ്ണവില. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിഷയം എണ്ണ വിലയാണ്, അല്ലെങ്കിൽ ഓയിൽ പ്രൈസ് ആണ്. ഇന്നത്തെ ഗവൺമെന്റ് തന്നെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇനിയും കൂടുക എന്ന് പറഞ്ഞാൽ അത് താങ്ങാൻ കഴിയില്ല, സമ്പദ് വ്യവസ്ഥയെ പുറകോട്ടടിക്കും. എല്ലാ അർത്ഥത്തിലും ഒരു യുദ്ധം ഒഴിവാവുക എന്നത് മാനുഷികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഒരു വിഷയമാണ്. അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്.